അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെള്ളാങ്കാട് എത്താനായിരിക്കാം. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രചാരണാർത്ഥം നടത്തുന്ന ശതാബ്ദി സന്ദേശയാത്രയുടെ മലപ്പുറം ഈസ്റ്റ് സംഘടിപ്പിക്കുന്ന മനോഹരമായ ആ സ്വീകരണ റാലിയിലേക്കാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ പാണ്ടിക്കാട് റേഞ്ച് മുഅല്ലിമീങ്ങൾ ഈ ബൈക്ക് റാലി പുറപ്പെട്ടിട്ടുള്ളത്. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ യാത്രക്ക് തുടക്കം കുറിച്ചത് കന്യാകുമാരിയിൽ വെച്ചാണ്. അന്ന് മുതൽ തന്നെ ഈ യാത്രയെ ജനം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനശ്രദ്ധ നേടിയ ഈ യാത്ര ദിവസവും ഓരോ ജില്ലകളിലെത്തുമ്പോഴും സയ്യിദുൽ ഉലമ പറഞ്ഞതുപോലെ ഓരോ സ്റ്റേറ്റ് സമ്മേളനങ്ങൾക്ക് തുല്യമായ രൂപത്തിൽ വരവേറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഈ യാത്രയിൽ പങ്കെടുക്കുകയും അവരൊക്കെ നിരന്തരം സയ്യിദുൽ ഉലമയെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ നിന്ന് കേൾക്കാൻ ഇടയാവുകയും ചെയ്തു. അവരുടെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായത് അവരൊക്കെ നിരന്തരം സയ്യിദുൽ ഉലമയെ ഫോളോ ചെയ്യുന്നവരാണ്. സയ്യിദുൽ ഉലമയുടെ യാത്രയും അവിടുത്തെ പത്രസമ്മേളനങ്ങളും അവിടുത്തെ തീരുമാനങ്ങളും അവിടുത്തെ ചലനങ്ങളൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറ് പറഞ്ഞു, സയ്യിദുൽ ഉലമ ഞങ്ങളുടെ നേതാവാണ് എന്നും സയ്യിദുൽ ഉലമയുടെ നോട്ടം അത് എന്തിനുള്ള നോട്ടമാണെന്ന് അനുയായികൾക്ക് കണ്ടാൽ അറിയാമെന്നുമൊക്കെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. 80ഓളം ഉസ്താദുമാരുടെ മനോഹരമായ കാഴ്ചയാണ്, യാത്രയുടെ മനോഹരമായ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നെല്ലിക്കുത്താണ് എത്തിയിട്ടുള്ളത്. മഹാനായ നെല്ലിക്കുത്ത് ചരിത്ര പ്രസിദ്ധമായ നാടാണ്. നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ ആർക്കും അറിയാത്തവരുണ്ടാവുകയില്ല. ഇന്ത്യ ചരിത്രം വായിക്കുന്ന, ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നവർ വിട്ടുപോകാത്ത ഒരു പേരാണ് നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ. അൽഹംദുലില്ലാഹ്. നമ്മുടെ യാത്ര നെല്ലിക്കുത്ത് റേഞ്ച് ജമിഅത്തുൽ മുഅല്ലിമീങ്ങളും കൂടി ഇവിടുന്ന് ഈ യാത്രയോടൊപ്പം ചേർന്ന് ഇൻഷാ അല്ലാഹ് യാത്ര മലപ്പുറം മഞ്ചേരി മേഖലയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് മലപ്പുറത്തേക്ക് കാൽനടയായി 5000ഓളം ഉസ്താദുമാർ അവിടുന്ന് കാൽനടയായി സയ്യിദുൽ ഉലമയെ സ്വീകരിക്കാൻ തയ്യാറാവാൻ നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. ആരാണ് സയ്യിദുൽ ഉലമ എന്ന് ഈ സന്ദേശയാത്രയുടെ ആദ്യം മുതൽ വീക്ഷിക്കുന്നവർക്കറിയാം. മഹാനായ സയ്യിദുൽ ഉലമ ആരാണെന്നും സയ്യിദുൽ ഉലമ കേരളത്തിൽ എത്രത്തോളം ശ്രദ്ധ നേടിയ പണ്ഡിതനാണെന്നും ഈ മഹത്തായ സന്ദേശയാത്രയുടെ കന്യാകുമാരി മുതൽ മലപ്പുറം വരെ നടന്ന ഈ മഹത്തായ യാത്രയിൽ ഓരോ പ്രതിനിധികളുടെയും പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ചെറിയ സ്വീകരണമൊക്കെ നെല്ലിക്കുത്ത് പ്രദേശവാസികൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടി കഴിച്ച് നമുക്ക് യാത്ര മനോഹരമാക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്.
നല്ലൊരു പായസമൊക്കെ ഇവിടെ ഉണ്ട്. പായസം കിട്ടിയില്ലേ? അൽഹംദുലില്ലാ വളരെ ഉഷാറായിക്കണം. അള്ളാഹു കബൂലാക്കട്ടെ. ഇപ്പൊ നെല്ലിക്കുത്ത് റേഞ്ച് നല്ലൊരു പായസം ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മളെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഉഷാറായിക്കണേ. മാഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ സന്ദേശയാത്ര നെല്ലിക്കുത്തുള്ള ഉജ്ജ്വല സ്വീകരണവും ഏറ്റവും ആവാസം കുടിച്ചു നെല്ലിക്കുത്തിലുള്ള നമ്മളെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ സമസ്തയെ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇവിടെ വരുന്ന ഈ യാത്രയിൽ പങ്കെടുത്തുന്ന ജമിഅത്തുൽ മുഅല്ലിമീൻ ഉസ്താദുമാർക്ക് ഉജ്ജ്വലമായൊരു സ്വീകരണം അൽഹംദുലില്ലാ പായസം നൽകിയിരിക്കുകയാണ്. 5000-ഓളം ഉസ്താദുമാരാണെന്ന് നമ്മുടെ ജില്ലയിൽ സംഗമിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാ നമ്മുടെ യാത്ര ഒന്ന് സ്പീഡിൽ പോയി കണ്ട് ചിത്രീകരിക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. പ്രധാനപ്പെട്ട യാത്രയുടെ ഒരു മനോഹര കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ബെഡ് ചെയ്ത് പോകാൻ അത്രയ്ക്ക് കഴിയാത്തൊരവസ്ഥ ഉണ്ട്. നമ്മുടെ പ്രധാന റോഡായതുകൊണ്ട് അത്യാവശ്യം വാഹനങ്ങളുള്ള റോഡാണ്. ബസ്സുകളും അതുപോലെ തന്നെ ചരക്ക് ലോറികളുമാണ് ഇതിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന റോഡാണ്. അപ്പോൾ നെല്ലിക്കുത്തിൻ്റെ ആ പുണ്യമായ സ്ഥലത്ത് നിന്ന് നമ്മൾ യാത്ര തിരിച്ചു. അൽഹംദുലില്ലാ നെല്ലിക്കുത്തിൻ്റെ മനോഹരമായ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ നമുക്കറിയാം. സ്വാതന്ത്ര്യ സമര സേനാനിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ, ഇന്ത്യയുടെ ചരിത്രം വായിക്കുന്നവർ ഒരിക്കലും വിട്ടുപോകാത്ത ആലി മുസ്ലിയാരുടെ നെല്ലിക്കുത്തിൽ നിന്നും നമ്മുടെ യാത്ര അൽഹംദുലില്ലാ തിരിച്ചിരിക്കുകയാണ്. മഞ്ചേരിയിലേക്ക് പോകാൻ നമ്മുടെ യാത്ര സജ്ജമായിരിക്കുകയാണ്. മഹാന്മാരായ സാദാത്യങ്ങൾ, സയ്യിദന്മാർ ഈ യാത്രയെ പിന്തുടരുന്നുണ്ട്. സയ്യിദുൽ ഉലമയുടെ വാക്കുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചതാണ്. നമ്മുടെ കേരളക്കരയിലുള്ള എത്ര കബീലകളാണോ സയ്യിദന്മാരായിട്ടുള്ളത്, ആ കബീലകളിലുള്ള അധികം കബീല സയ്യിദന്മാരും ഈ യാത്രയിൽ ഉണ്ട് എന്നുള്ളതാണ്. അഥവാ ഒരു കബീലയിൽപ്പെട്ട ഒരു സയ്യിദെങ്കിലും ഈ യാത്രയിൽ ജമൽ ലൈലി, ഐദ്രൂസി, ജിഫിരി തുടങ്ങിയിട്ടുള്ള ശിഹാബി കബീലകളൊക്കെ നമ്മളെ കേരളത്തിൽ കബീലയിൽപ്പെട്ട സയ്യിദന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അധികം കബീലയിൽ നിന്നുള്ള അഥവാ മഹാന്മാരായ ബാലവി തുടങ്ങിയിട്ടുള്ള സയ്യിദന്മാരൊക്കെ ഈ യാത്രയിൽ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ അണിചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ ആ യാത്ര ആരംഭം മുതൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ യാത്ര കുറച്ച് ബാക്കിലായി പോയിട്ടുണ്ട്. ഉസ്താദുമാരൊക്കെ വളരെ
വളരെ സ്പീഡിലാണല്ലോ. അല്ല, ആ ബാക്കിലും കുറേ ഉസ്താദുമാരുണ്ട്. നമ്മളെ യാത്ര ഏകദേശം പയ്യനാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ മനോഹരമായ കാഴ്ചകൾ പകർത്തിക്കൊണ്ടുള്ള ഈ പോക്ക് നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ റേഞ്ച് ജനറത്തുൽ മൗലിമിൻ്റെ ഈ മനോഹരമായ സന്ദേശയാത്ര എന്തുകൊണ്ടും ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു യാത്രയായി നമ്മുടെ മുമ്പിൽ എന്നെന്നും നിലനിൽക്കുമെന്നുള്ളത് സംശയമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 100-ാം വാർഷികം വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ കരുത്തും ആരോഗ്യവും നൽകട്ടെ. മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർക്ക് അല്ലാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ യാത്ര ഇങ്ങനെ അൽഹംദുലില്ലാഹ് പയ്യനാട് എത്തുകയാണ്. ബാക്കിലാണ് ഉസ്താദുമാരൊക്കെ ഉള്ളത്. അൽഹംദുലില്ലാഹ്. ഈ ലോറി നമ്മളെ മറഞ്ഞു, അല്ലെങ്കിൽ ഇവിടുന്ന് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അൽഹംദുലില്ലാഹ്. അതാണ് നമ്മൾ ഉസ്താദുമാരുടെ യാത്ര. ആ പോകുന്നതാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ യാത്രയാണ് ആ കാണുന്നത്. അൽഹംദുലില്ലാഹ്. ഉസ്താദുമാരാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മലപ്പുറത്ത് സയ്യിദുൽ ഉലമയെ വരവേൽക്കുന്നത് കാണാം. 5000 ഉസ്താദുമാർ. അത് കളക്ട്രേറ്റ് ബംഗ്ലാവ് മുതൽ കാൽനടയായി ഇന്ന് നടക്കുന്ന സമ്മേളന നഗരിയിലേക്ക് ഉസ്താദുമാർ മനോഹരമായ ഒരു കാൽനട ജാഥയുമായിട്ടാണ് സയ്യിദുൽ ഉലമയെ വരവേൽക്കുന്നത്. ജില്ലയിലെ SKSSF, SYS, SKSBV തുടങ്ങിയിട്ടുള്ള സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന അതിൻ്റെ ആമില, വിക്കായ, ഹിദ്മ തുടങ്ങിയ പദവികളിൽ സേവന രംഗത്ത് സജീവമായ അതിൻ്റെ പ്രവർത്തകർ ദഫ് മുട്ടിക്കൊണ്ടാണ് സയ്യിദുൽ ഉലമയെ ഇന്ന് നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുവരാം. സയ്യിദുൽ ഉലമ സയ്യിദ്